ഒരു ബുക്ക് എല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു മസ്റ്റ് റീഡ് ആയിട്ടുള്ള ബുക്കാണ്. ഇതിൻ്റെ പേര് ഈ മലയാളം എഴുതിയേക്കുന്ന ഒന്നും നോക്കണ്ട. അതിൻ്റെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത് ഗുഡ് വൈബ്സ് ഗുഡ് ലൈഫ്. എഴുതിയത് വെക്സ്കി. ഇതാണ് ഇതിൻ്റെ ഓഥർ. ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഇതെന്തിനെക്കുറിച്ചാണ് ഈ ബുക്ക് പറയുന്നതെന്ന്. അത് തന്നെയാണ് വൈബ് അല്ലെങ്കിൽ വൈബ്രേഷനെ കുറിച്ചിട്ടാണ് ഈ ബുക്ക് പറയുന്നത്. ഇനി ഈ ബുക്കിൻ്റെ ഒരു ഓവർവ്യൂ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കഥ തന്നെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്ന പോലെ തന്നെ ചെറുപ്പകാലം വളരെ കഷ്ടത നിറഞ്ഞായിരുന്നു, ഒരുപാട് സഫറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് അദ്ദേഹം ഉയരാൻ അദ്ദേഹത്തിന് സഹായിച്ച ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഇതിലൂടെ നീളം പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ കുറച്ച് കാര്യങ്ങളാണ്. അതായത് വെക്സ്കിങ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അത് അപ്ലൈ ചെയ്തു. അത് ആദ്യത്തെ കുറച്ച് തവണ അത് വിജയിച്ചു, പക്ഷെ പിന്നെ അത് വർക്കൗട്ട് ആവാണ്ട് വന്നു. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ഇതൊക്കെ ചുമ്മാതാണ്, ഇതൊക്കെ ഉഡായിപ്പാണെന്നൊക്കെ അദ്ദേഹവും കരുതി. പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ലോ ഓഫ് അട്രാക്ഷനെ നിയന്ത്രിക്കുന്ന വേറൊരു കാര്യമാണുള്ളത്. ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങിയത്. അത് മറ്റൊന്നുമല്ല, വൈബ്രേഷൻ തന്നെയാണ്. നല്ല വൈബ്രേഷൻ എങ്ങനെ നല്ല കാര്യങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എങ്ങനെ നല്ല വൈബിൽ നമുക്ക് പോവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ബുക്കിൽ പറഞ്ഞേക്കുന്നത്. അപ്പം വേറെ ഉദാഹരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ജീവിത കഥ തന്നെയാണ് ഉദാഹരണം. ഇതൊക്കെയാണ് ഈ ബുക്കിൻ്റെ ഉള്ളടക്കങ്ങൾ. അപ്പോൾ ഈ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് ചില സമയത്ത് നമ്മുടെ ലൈഫിൽ വർക്കാകാതെ വരുന്നത് അത് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലോ ഓഫ് വൈബ്രേഷൻ, എങ്ങനെ വൈബ്രേഷനെ കൂട്ടാം, എങ്ങനെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാം, ഈ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ്, അതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നൊരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ഒരു സ്വഭാവത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറയുന്നത്? അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ ബുക്കിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ബുക്കാണ്. ഒരുപാട് കോപ്പീസൊക്കെ സോൾഡ് ചെയ്തിട്ടുള്ള ഒരു വളരെ നല്ല ബുക്കാണ്. എല്ലാവർക്കും അവസരം കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് വായിക്കുക. അപ്പോൾ ഇന്ന് ഈ ബുക്ക് ഞാൻ വായിക്കാൻ എടുത്തപ്പം എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.